ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിലെ 4ാമത്തെ യൂണിറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് 4ാമത്തെ യൂണിറ്റിൻ്റെ സിലബസ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ്, അതേപോലെ റേഡിയേഷൻ സെൻസേഴ്സ്, സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇങ്ങനെ പ്രധാനമായിട്ട് 3 സെക്ഷനായിട്ട് നമുക്ക് പറയാം. അപ്പൊ അതിൽ തന്നെ ബെർണോളീസ് പ്രിൻസിപ്പിൾ, സ്ഥിരമായി ചോദിക്കുന്ന ബെർണോളീസ് പ്രിൻസിപ്പിൾ, LDR, അങ്ങനെയുള്ള സൗണ്ട് ലെവൽ മീറ്റർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സെക്ഷനുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 കാറ്റഗറിയാണ്, അല്ലെങ്കിൽ 3 സെക്ഷനാണ്: ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ്, ദെൻ റേഡിയേഷൻ സെൻസേഴ്സ്, സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്. നെക്സ്റ്റ് നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം LDR എന്താണ്? ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. എല്ലാ എക്സാമിനും ഈ LDRന്റെ ചോദ്യമുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കട്ടോ, LDR എന്താന്നുള്ളത് നോക്കാം. ദെൻ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ഫോട്ടോ വോൾട്ടായിക് സെൽ? ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചു. ഹൗ ദ ഫ്ലോ നോസിൽ ക്യാൻ മെഷർ ദ ഫ്ലോ? അപ്പൊ അവിടെ എങ്ങനെയാണ് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റുന്നത്, ഫ്ലോ നോസിലിന് എങ്ങനെയാണ് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചു. ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബെർണോളീസ് പ്രിൻസിപ്പിൾ. ബെർണോളീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അത് 2 മാർക്കിന് ചോദിച്ചു. അത്രയും 4 ക്വസ്റ്റ്യൻസ് ആണ് നവംബർ 2023 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഹാൾ എഫക്ട്. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഹാൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്? അത് നവംബർ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ദെൻ ഹൗ ദ ഫ്ലോ നോസിൽ ക്യാൻ മെഷർ ദ ഫ്ലോ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സെയിം ക്വസ്റ്റ്യൻ നവംബർ 23 ഫ്ലോ നോസിലിന് എങ്ങനെയാണ് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റുന്നത്, അത് തന്നെയാണ് നവംബർ 2022 ചോദിച്ചിട്ടുള്ളത്. ദെൻ ഹൗ ഡസ് എ ഫോട്ടോ വോൾട്ടായിക് സെൽ വർക്ക്? ഇവിടെ നോക്കുക നിങ്ങൾ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഫോട്ടോ വോൾട്ടായിക് സെൽ, ദെൻ ഫോട്ടോ വോൾട്ടായിക് സെൽ എങ്ങനെയാ വർക്ക് ചെയ്യുക? രണ്ടും സെയിം തന്നെയല്ലേ? ഒരു സ്ഥലത്ത് എങ്ങനെയാ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. ഈ 2 ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. Then, what is a sound level meter used for? What are its different parts? സൗണ്ട് ലെവൽ മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ 4 ചോദ്യങ്ങളാണ് 2022 ചോദിച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് 2021 നോക്കിക്കഴിഞ്ഞാൽ, വാട്ട് ഈസ് LDR? ഹൗ ഡസ് ഇറ്റ് വർക്ക് ആസ് എ സെൻസർ? എന്താണ് LDR? എങ്ങനെയാണ് അത് സെൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബെർണോളീസ് പ്രിൻസിപ്പിൾ. ബെർണോളീസ് പ്രിൻസിപ്പിൾ ക്വസ്റ്റ്യൻ എല്ലാത്തിലും ഉണ്ട്. ദെൻ LDRന്റെ ചോദ്യമുണ്ട്. വാട്ട് ഈസ് ഹാൾ ഇഫക്ട്? വൈ ഇറ്റ് ഈസ് യൂസ്ഡ്? എന്താണ് ഹാൾ ഇഫക്ട്? ഇതും 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. വാട്ട് ഈസ് ആൻ അനിമോമീറ്റർ? അനിമോമീറ്റർ എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് നവംബർ 2021 ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും 4 ചോദ്യങ്ങൾ 2 മാർക്കിന് 2 മാർക്ക് വീതമുള്ള 4 ചോദ്യങ്ങൾ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് കാണുന്നുണ്ട്. നമ്മൾ ഈ 1ാമത്തെ യൂണിറ്റും 4ാമത്തെ യൂണിറ്റും എടുക്കുമ്പോൾ അതിൽ നിന്ന് 2 കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളത്. പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം. നവംബർ 2023 നടന്ന എക്സാമിൽ ഡിസ്കസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോട്ടോ എമിസീവ് സെൽ. ഓക്കെ, ഇത് 4ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഫോട്ടോ എമിസീവ് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ഡിസ്കസ് ചെയ്യാൻ 5 മാർക്കിന് ചോദിച്ചു. എക്സ്പ്ലെയിൻ ദ ഫ്ലോ മെഷർമെന്റ് യൂസിങ് റോട്ടാമീറ്റർ. റോട്ടാമീറ്ററിന്റെ ഒരു ചോദ്യം 5 മാർക്കിന്. ആ 2 ചോദ്യങ്ങളാണ് നവംബർ 2023 വന്നിട്ടുള്ളത്. നവംബർ 2022 നടന്ന എക്സാമിൽ വാട്ട് ഈസ് ആൻ ഒറിഫൈസ് പ്ലേറ്റ്? വാട്ട് ആർ ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്? 5 മാർക്കിന് ചോദിച്ചു. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ LDR ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. LDR 5 മാർക്കിനും ചോദിക്കുന്നുണ്ട്, 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്നുണ്ട് LDR. Then explain the working principle of the electromagnetic flow meter. Electromagnetic flow meter working principle എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ. Then explain the construction, working and application of a photo emissive cell. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നവംബർ 2023 ഫോട്ടോ എമിസീവ് സെൽ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഫോട്ടോ എമിസീവ് സെൽ ഉണ്ട്. ഓക്കെ, നവംബർ 2021 വന്നാൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വെഞ്ചുറി ട്യൂബ്. വെഞ്ചുറി ട്യൂബ് അല്ലെങ്കിൽ വെഞ്ചുറി മീറ്റർ എന്നൊക്കെ പറയും, അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിന് ചോദിച്ചു. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സൗണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്. സൗണ്ട് ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ച് എഴുതാൻ വേണ്ടി 5 മാർക്കിന് ചോദിച്ചു. ഓക്കെ, അതിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ. ഇത്രയാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഇത്രയും ചോദ്യങ്ങളാണ്. ഓക്കെ, 10 മാർക്കിന്റെ ചോദ്യം ഒന്ന്, വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്റർ 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് മൈക്രോഫോൺ. മൈക്രോഫോണിന്റെ ചോദ്യം 5 മാർക്കിന് ചോദിച്ചു. ദെൻ എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. ഇതും 10 മാർക്കിന് ചോദിച്ചു.
ഇതൊക്കെ 10 മാർക്കിന് ചോദിച്ചാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ചോദിച്ചു, അത് പഠിച്ചു വെക്കുക. മൈക്രോഫോൺ പഠിച്ചു വെക്കുക. വെഞ്ചുറി മീറ്റർ പഠിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെ 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 4ാമത്തെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഏകദേശം ഒരു 38-40 മാർക്കിന്റെ ചോദ്യങ്ങൾ, 30-30ന്റെയും 40ന്റെയും ഇടയിൽ മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.